പട്ടിണിയുള്ള രാജ്യം, ഭരിക്കുന്ന രാജാവിന്റെ കയ്യിലിരിപ്പ് കൊണ്ടും മന്ത്രിയുടെ കഴിവുകേട് കൊണ്ടും എന്നും പ്രജകളുടെ ശാപങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട മാതൃകാ രാജ്യം, പട്ടിണി കിടക്കുന്ന പ്രജകൾക്ക് പട്ടികളുടെ പോലും വില കൊടുക്കാത്ത കൊട്ടാരത്തിലുള്ള രാജാവും പരിവാരങ്ങളും പട്ടാപ്പകലും പട്ടയടിച്ച് പാട്ടും പാടി സുഖമായി ജീവിക്കുന്നു. 2005 ഡിസംബർ 26 ലോക ജനതയെ ഞെട്ടിച്ച ആ ബ്ലാക്ക് ഡേ, കറുത്ത ദിനം. അയ്യോ എന്റെ ദൈവമേ, അയ്യോ രാജാവേ, രാജാവേ, മഹാരാജാവേ, എന്നെ കൊണ്ട് വയ്യാതെ താനാരെയാണ് വിളിക്കുന്നത്? രാജാവിനെ. നിന്റെ കൂട്ടുകാരൻ രാജീവിനല്ലോ. രാജാവിനെ വിളിക്കേണ്ട പോലെ വിളിക്കണം, എന്നാലേ പിശാച് വരൂ. ഞാൻ വിളിച്ചു കാണിക്കാം. എന്നാ വിളി? കൊണത്താപ്പള്ളി മാമലദേശം വാഴും. ഓ പിന്നെ രാജാധിരാജൻ, പട്ടി, വില്ലാധിവീരൻ, തെണ്ടി, ചോളാധി ചോളൻ, ഊള, മന്മത മതോന്മത്തം മധുരാജ്യപ്രിയൻ മന്മതരാജനിതാ എഴുന്നള്ളുന്നേ. അയ്യോ എന്ന് വെച്ചാൽ പൊട്ടൻ പൊട്ടുവെള്ളരി കണ്ടതുപോലെ. സോറി ഫോർ ദ ഡിസ്ട്രിബ്യൂഷൻ. മജാങ്ങാരാവേ, എന്ത് മഹാരാജാവേ, അങ്ങ് പുറത്ത് നടക്കുന്ന ബഹളങ്ങൾ വന്നത് കേട്ടോ? ഇല്ല, നാം ഒന്നും കേട്ടില്ല. നാം പള്ളിക്കക്കൂസിലായിരുന്നു. അതിനകത്തെ ബഹളം കാരണം പുറത്തെ ബഹളമൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. എന്റെ മഹാരാജാവേ, അല്ല മഹാരാജാവേ, സുനാമി വന്നു, സുനാമി. മന്ത്രി ഇവിടെ വരൂ. എന്തിടങ്ങിയത്? എന്താണ് പ്രഭു? എന്തിനാടോ അവളോട് ഇപ്പൊ കെട്ടിയെടുക്കാൻ പറഞ്ഞത്? രാത്രി രാജ്ഞി ഉറങ്ങിയതിനു ശേഷം വരാൻ പറയൂ. കാമഭ്രാന്തൻ, അല്ല മഹാഭ്രാന്തൻ. സുനാമി എന്ന് പറഞ്ഞാൽ പഴയ പറ്റിപ്പടിക്കാരി സൗദാമിയുടെ അനീതി അല്ല, പിന്നെ പൊങ്ങുന്നേ. എന്ത്? അല്ല പൊന്നെ അങ്ങുന്നേ. നിർത്തു. കടലിളകി വന്നോ? ബാക്കിയുള്ളവന്റെ കൊടലളിയിരിക്കുമ്പോഴാണ് അവന്റെ കടലിളക്കം. മഹാമന്ത്രി, ഇന്നലെ പള്ളി ചിക്കൻ വെച്ച പാചകക്കാരൻ ആരാണ്? പണ്ടാരി കേശവൻ. അവനെ പണ്ടാറടങ്ങി പോകും. അനങ്ങുന്നേ. എന്ത്? അല്ല അങ്ങുന്നേ. സുനാമി തിരമാലകൾ അടിച്ച് കടപ്പുറത്തെ മുഴുവൻ വീടുകളും പ്രജകളും ഒലിച്ചുപോയി. ഈശ്വര, ഇതെന്തൊരു SSLC പരീക്ഷ! ഇത് ഞാനെങ്ങനെ സഹിക്കും മന്ത്രി? ഇനി ഞാനെങ്ങനെ ഫിഷ് മോളി കഴിക്കും? ഫുൾ ഡൗൺ രാജാവേ, ഫുൾ ഡൗൺ, ഫുൾ ഡൗൺ. മഹാമന്ത്രി, ഇതെങ്ങനെ സംഭവിച്ചു? അത് എന്നോടാണോ ചോദിക്കുന്നത്? കൊട്ടാരം ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ച് ചോദിക്കും. ആരെവിടെ? അവിടെ കാര്യമില്ല, പറഞ്ഞോ. എത്രയും പെട്ടെന്ന് കൊട്ടാരം ഭൂഗർഭ ശാസ്ത്രജ്ഞനെ വിളിപ്പിക്കൂ. പ്രഭു, ഭൂഗർഭ ശാസ്ത്രജ്ഞൻ ഇവിടെ ഇല്ല. പുള്ളിക്കാരന്റെ ഭാര്യ 12ാമത് ഗർഭിണിയാണ്. കൊട്ടാരം ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയിരിക്കുകയാണ് കുടുംബസമേതം. 12ാമതും ഗർഭിണിയോ? അതെ പ്രഭു, 12 o'clock. മന്ത്രി, അയാൾ ഭൂഗർഭ ശാസ്ത്രജ്ഞനോ അതോ സ്ത്രീ ഗർഭശാസ്ത്രജ്ഞനോ? മഹാരാജൻ, ശാസ്ത്രം തോറ്റു, ശാസ്ത്രജ്ഞൻ ജയിച്ചു. നടരാജൻ, എന്ത്? അല്ല മഹാരാജൻ, അങ്ങേക്ക് വിഷമം തോന്നില്ലെങ്കിൽ അങ്ങയെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. എന്ത്? എനിക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമോ? അടി വരുന്നേ. അയ്യോ! അല്ല അവിടുന്ന് രാവിലെ മോർണിംഗ് വാക്കിനിടയ്ക്ക് പള്ളിപ്പരദൂഷണം പറയാൻ ബീച്ചിൽ പോയ നമ്മുടെ രാജ്ഞിയെ സുനാമി തിരമാല കൊണ്ടുപോയി പ്രഭേ. സത്യം? സത്യം. ഇമ്പടന്റെ അമ്മയാണ് സത്യം. സത്യമാണത്. അപ്പോൾ രാജ്ഞി ഭരിച്ചില്ലേ? നിന്നെ സുനാമി തിരമാലകൾ കൊണ്ടുപോയി പറഞ്ഞിട്ട് നീ പോയില്ലേ? വാടാ, ഇവിടെ വാടാ. എന്താടാ? അയ്യോ 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 അയ്യോ. മേലാൽ രാജ്ഞി ചത്തെന്നും പറഞ്ഞ് എന്നെ കൊതിപ്പിക്കരുത്. റോജൻ, രാജൻ, അതിന് ഞാൻ അറിഞ്ഞോ ഈ സാധനത്തിന് കടൽ സ്രാവിന് പോലും വേണ്ടെന്ന്? മഹാപ്രാണി, മഹാറാണി, എങ്ങനെയാണ് ഈ കടൽ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെട്ടത്?
ഞാൻ ആ കടൽ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നത് കണ്ടപ്പോൾ വെറുതെ ഇരിക്കുന്ന കടമറ്റത്ത് കർത്തനാർ അച്ഛൻ വാഴയിലയിൽ വന്ന് എന്നെ രക്ഷപ്പെടുത്തി. എന്റെ കടമറ്റത്ത് കത്തനാരച്ച സീരിയൽ നിർത്തിയിട്ടും നിർത്താറായില്ലേ താങ്കളുടെ ക്രൂര കൃത്യങ്ങൾ. അല്ലയോ മഹാറാണി, എന്താ പ്രാണനാഥ? ഇത്രയും നേരം കടൽ വെള്ളത്തിൽ കിടന്ന് കുതിർന്നതല്ലേ, പോയി പള്ളി നീരാട്ട് കഴിഞ്ഞു വരൂ. പ്രാണനാഥ, Tell me. ഞാനിനി കുളിക്കടവിലേക്ക് പോയിക്കോട്ടെ? പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. മന്ത്രി, എന്താണ് പ്രഭു? രാജ്ഞിക്ക് കുളിക്കുന്നതിനുള്ള ഏർപ്പാടുണ്ടാക്കൂ. ഉത്തരവ് പോലെ. നിൽക്കൂ, താനിവിടെ പോകുന്നു. ഏർപ്പാടുണ്ടാക്കാൻ ആ ഏർപ്പാട് ഇവിടെ വേണ്ട. മന്ത്രി, എന്താണ് പ്രഭു? സ്വാമിജിയെ വിളിപ്പിക്കൂ. മഹാമാന്ത്രികൻ, യന്ത്രതന്ത്ര കുതന്ത്രൻ, സ്കൂളിലെ കഞ്ഞിവെപ്പുകാരൻ, മുനിസിപ്പാലിറ്റിയിലെ തൂപ്പുകാരൻ, കൊട്ടാരത്തിലെ പ്രശ്നം വെപ്പുകാരനായ കുക്കുടാനന്ദ കുരുമുളക് സ്വാമി തിരുവടികളിതാ എഴുന്നള്ളുന്നേ. ചക്രവർത്തി തിരുമനസിന് പ്രമാണം. നമ്മുടെ രാജ്യം പ്രകൃതി ഷോറൂം മൂലം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷോറൂമോ ക്ഷോഭോ അല്ലേ? ഞാനൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞതേ ഉള്ളൂ. തെറ്റാണെങ്കിലും താൻ തിരുത്താൻ നിൽക്കണ്ട, വെളിവില്ലാത്ത വർഗമാണ്. മഹാരാജൻ, എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ഈ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത്? എടോ മന്ത്രി, എന്താണ് ചെയ്താനെ? എന്ത്? അല്ല സുൽത്താനെ, ഇതറിയാൻ വേണ്ടിയാണോ നമ്മൾ ഇയാളെ വിളിപ്പിച്ചത്? അതറിയാനല്ലേ തന്നെ വിളിപ്പിച്ചത്? ഓ, ഞാനതങ്ങ് മറന്നു. മഹാഭ്രാന്തൻ, ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? കബഡി നിരത്തു. ഇത് എന്ത് മന്ത്രമാണ്? ഇതാണ് മന്നാടെ മന്ത്രം. എന്നാടെ? മന്നാടെ. വർഷങ്ങൾക്ക് മുമ്പ് ഈ കടപ്പുറത്ത് ഒരു കറുത്തമ്മയും ഒരു പരീക്കുട്ടിയും, ഒരു പഴനിയും ഒരു സ്രാവും ജീവിച്ചിരുന്നു. കറുത്തമ്മയും പരീക്കുട്ടിയും കടപ്പുറത്തുകൂടി പാടി പ്രേമിച്ചു നടന്നു. വെളിച്ചം മങ്ങുന്നില്ലേ? ഉണ്ട്. ഇരുട്ട് പടരുന്നില്ലേ? ഉണ്ട്. മഹാരാജാവ് സൂക്ഷിച്ചു നോക്കൂ. കറുത്തമ്മയും പരീക്കുട്ടിയെയും കാണുന്നില്ലേ? ഞാനെല്ലാം കാണുന്നു.